CPIM മുൻ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഓർമ്മയായിട്ട് ഇന്നേക്ക് ഒരു വർഷം. ദേശീയ രാഷ്ട്രീയത്തിൽ ഇടത് അനിവാര്യത ഉറപ്പിച്ചു നിർത്തിയ നേതാവായിരുന്നു യെച്ചൂരി. പ്രായോഗിക കമ്മ്യൂണിസ്റ്റ് ആയിരുന്ന സീതാറാം യെച്ചൂരിയുടെ നഷ്ടം ദേശീയ രാഷ്ട്രീയത്തിൽ എന്നും പ്രകടമാണ്. I am born in the Madras General Hospital, now called Chennai, the General Hospital Madras, to a Telugu speaking Brahmin family. പ്രതിസന്ധികളിൽ പ്രതിപക്ഷത്തിന്റെ ട്രബിൾ ഷൂട്ടറായിരുന്നു സീതാറാം യെച്ചൂരി. പാർലമെന്റിലും പുറത്തും 1996 ഐക്യമുന്നണി സർക്കാരിന്റെയും 2004 UPA സർക്കാരിന്റെയും രൂപീകരണത്തിൽ യെച്ചൂരിയുടെ പങ്ക് നിർണായകം. പ്രത്യയശാസ്ത്ര കുരുക്കുകളിൽ ഒഴിവുകഴിവ് കണ്ടെത്താത്ത പ്രായോഗിക കമ്മ്യൂണിസ്റ്റ് എന്നതാണ് ദേശീയ രാഷ്ട്രീയത്തിൽ യെച്ചൂരിയെ പ്രസക്തനാക്കിയത്. ഭിന്നതകൾ നിലനിൽക്കുമ്പോഴും യോജിപ്പിനുള്ള സാധ്യതകൾ യെച്ചൂരി കണ്ടെത്തി. Not fighting them only electorally, but ideologically and politically. I think if we can take up that work and challenge, then we will succeed. ഇന്ത്യയിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല സീതാറാമിന്റെ സാധ്യതകൾ. നേപ്പാളിൽ മാവോയിസ്റ്റുകളെ ജനാധിപത്യ പാതയിലേക്ക് നയിച്ചു. നേപ്പാൾ ഡെവലപ്മെന്റ്സ് നടക്കും. സീതാറാം നേപ്പാളിലെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസായിട്ടും ബന്ധമുള്ള എല്ലാം വെച്ചാൽ UML-ഉം മറ്റ് മാവോയിസ്റ്റും മറ്റ് നേപ്പാളി കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പായിട്ട് ബന്ധമുള്ളവരാണ്. അപ്പോൾ ആ ഡെവലപ്മെൻറ്റ്സ് ടാക്കിൾ ചെയ്യാനും എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നും വാട്ട് എവർ അതെല്ലാം സ്റ്റഡി ചെയ്ത ഒരാളാണ് സീതാറാം. അപ്പം അങ്ങനെ പല ബന്ധങ്ങളും. BJPയുടെ തേരോട്ടത്തിൽ പകച്ചുനിന്ന പ്രതിപക്ഷത്തെ കൂട്ടിയിണക്കി ഇന്ത്യ സഖ്യം രൂപപ്പെടുത്തുന്നതിലും യെച്ചൂരിയുടെ പങ്ക് നിർണായകം. 2024 സെപ്റ്റംബർ 12 ശേഷം പ്രതിപക്ഷ നിരയിലുണ്ടായ വിള്ളലുകൾ തന്നെ കാട്ടിത്തരും സീതാറാമിന്റെ അഭാവം. ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.